ബ്രഹ്മത്തിനെ അറിയാനുള്ള ലക്ഷണങ്ങൾ, പ്രമാണം, ഇതും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താണ് ലക്ഷണം, എന്താണ് പ്രമാണം എന്നുള്ളത്. ഇതൊക്കെ വേദാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. വാക്കുകൊണ്ടോ ചിന്തകളെ കൊണ്ടോ അറിയാൻ പറ്റാത്ത ബ്രഹ്മം, അങ്ങനെ മനോവാചാമഗോചരായ നമ, അങ്ങനെ ഒരു മന്ത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ ചിന്തകളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടൊന്നും വിസ്തരിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിർവചിക്കാനാവാത്തൊരു തത്വത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ലക്ഷണങ്ങളിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ലക്ഷണങ്ങളിൽ കൂടെ അറിയുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ബ്രഹ്മാനന്ദ വല്ലിയിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളെ ഡയറക്റ്റ് പറഞ്ഞു തരാൻ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയണം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി ആ തലത്തിലേക്ക് ഉയർന്ന് ചിന്തിച്ചും കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് അർത്ഥമല്ലേ. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം കുറേ മന്ത്രം നമ്മൾ കാണാപ്പാഠം പഠിച്ചു, ഇല്ലെങ്കിൽ കുറേ ശ്ലോകം കാണാപ്പാഠം പഠിച്ചു, പിന്നെ അതിനെക്കുറിച്ചൊരു മത്സരം ഉണ്ടാവും. അല്ല, ഇപ്പൊക്കെ മത്സരങ്ങളുടെ കാലമാണ്. മത്സരങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അല്ലേ. നമ്മളെ 6 ശത്രുക്കളിൽ ഒരാളാണ് മത്സരം അല്ലേ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതാണ് മത്സരിക്കുന്നതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മളെ ഈശ്വരീയ ഭാവത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകും, ആസുരിക ഭാവത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും വലിയ അത്ഭുതം നമ്മളുടെ ഹൈന്ദവ ശാസ്ത്രങ്ങളുടെ എല്ലാം ലക്ഷ്യം ഈ ശത്രുക്കളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. മത മത്സര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോഴേ നമ്മൾ പാപനാശം, അജ്ഞാനനാശം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ശാസ്ത്രങ്ങൾ, ഏതൊരു ശാസ്ത്രമാണോ മാത്സര്യം ഒഴിവാക്കാൻ പറഞ്ഞത്, ആ ശാസ്ത്രങ്ങളുടെ മത്സരമാണ് ഇപ്പം നടക്കുന്നത്. ഭഗവത്ഗീത ചാൻറ്റിങ് മത്സരം, നാരായണീയം ചാൻറ്റിങ് മത്സരം, ഭാഗവതം ചാൻറ്റിങ് മത്സരം. ഇത് മത്സരിക്കാനുള്ള ശാസ്ത്രമാണോ? ശാസ്ത്രത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് മത്സരമെങ്കിൽ മത്സരമല്ല ഒഴിവാക്കേണ്ടത്. എല്ലാവരും പങ്കെടുപ്പിക്കുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കാനുള്ള സമ്മാനം കൊടുക്കണ്ടേ. അതിന് നമ്മൾ മത്സരം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇനി മത്സരത്തിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും? അവിടെ ഉച്ചാരണം, വിസർഗം, കുത്ത്, കോമ, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, നിനക്ക് ഫസ്റ്റ് പ്രൈസ്, നിനക്ക് സെക്കൻഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ പങ്കെടുത്തു. അതോടുകൂടി മത്സരത്തിന് നന്നായിട്ട് പരിശ്രമിച്ച് സമ്മാനം കിട്ടാത്തവർക്ക് ആ ശാസ്ത്രത്തിനോട് തന്നെ ഒരു വിരോധം, പഠിപ്പിച്ച ആൾക്കാരോട് വിരോധം. ഓക്കെ, പിന്നെ ജഡ്ജിമാരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലായി, അങ്ങനെ ഒരു ഭാവം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശാസ്ത്രം പഠിച്ചതിനാണോ സമ്മാനം വാങ്ങിയിട്ടുള്ളത്, അതോ ഉച്ചാരണത്തിനുള്ള സമ്മാനമാണോ വാങ്ങിയത്? അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സമ്മാനമല്ല വാങ്ങിയത്, സംസ്കൃതത്തിൻ്റെ സമ്മാനമാണ് വാങ്ങിയത്. സംസ്കൃത ഉച്ചാരണത്തിൻ്റെ സമ്മാനം വാങ്ങാൻ വേണ്ടി നമ്മൾ ശാസ്ത്ര പഠനം മാറ്റിവെക്കേണ്ട ആവശ്യം ഇല്ല. ഇത് ഞാൻ എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ, ഇതിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മിസ്സാക്കി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എന്താണ് കിട്ടുന്നത്, എന്താണ് നഷ്ടപ്പെടുന്നത്, ഇതും കൂടി ആലോചിക്കാനുണ്ട്. ഉച്ചാരണത്തിനേക്കാളും കൂടുതൽ ഭാവത്തിനാണ് പ്രാധാന്യം. ഇതൊക്കെ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഉച്ചാരണം തെറ്റിപ്പോയി എന്നതുകൊണ്ട് പിന്നെ ദൈവത്തിന് നമ്മളോട് വിരോധമൊന്നും ഉണ്ടാവില്ല. ദൈവത്തിനറിയാം നമ്മളുടെ മനസ്സിലെന്താ ഉള്ളല്ലോ, ഭാവജ്ഞായ നമ എന്ന് പറയാം. അതൊക്കെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും ഈ വക അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടാതെ തത്വങ്ങൾ അറിയാനുള്ള ശ്രമം വേണം. അപ്പോഴേ ഭക്തിയിലേക്ക് എത്തുള്ളൂ. തത്വത്തിൻ്റെ ഏറ്റവും പരമമായ സ്ഥലമാണ് ഏറ്റവും നല്ല ഭക്തി. ഭക്തിയിൽ കൂടെ മാത്രമേ തത്വം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് ചിന്തിച്ചിട്ട് പോകണം. ഇതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഒരുപാട് പ്രചാരണങ്ങളാണ് സമൂഹത്തിൽ. ആ ശാസ്ത്രം കൊണ്ട് ഭക്തിയെ കിട്ടുള്ളൂ, ഈ ശാസ്ത്രം കൊണ്ട് മുക്തി കിട്ടില്ല, ഇത് തത്വം മാത്രമാണ്, ഇവിടെ ഭയങ്കര ഡ്രൈ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള ശാസ്ത്രങ്ങളാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുള്ളൂ. പക്ഷേ ആ അൾട്ടിമേറ്റ് എയിം എന്താണ്, പരമമായിട്ടുള്ള ആ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം അറിവില്ലായ്മയെ ഇല്ലാണ്ടാക്കുക, അഹങ്കാരത്തിന് ഇല്ലാണ്ടാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ അഹങ്കാരം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെയാണ് അറിയാൻ പറ്റുക? നമ്മളുടെ മനസ്സിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം,
ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ട്, അജ്ഞാനം ഉണ്ട്, മോക്ഷത്തിന് അർഹനല്ല എന്നാണ്. അതുകൊണ്ട് നമ്മളെ മോക്ഷത്തിന് അർഹനല്ലാത്തൊരു തലത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അവരോട് പറഞ്ഞു, ഓക്കെ, പ്രോത്സാഹനമൊക്കെ പ്രചരണമൊക്കെ ഓക്കെ, ഞാൻ മത്സരത്തിനില്ല കേട്ടോ, മത്സരം വേണ്ട എന്ന് പറയാം. അല്ല, ബാക്കി എല്ലായിടത്തും നമുക്ക് മത്സരമാവാം. ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ കാര്യത്തിൽ മത്സരമില്ല. ഓരോ വ്യക്തിയും ഓരോ സാധകനും ഓരോ തലത്തിലാണ്. അവിടെ നിന്നിട്ട് നീ കേമൻ, നീ മോശം എന്ന് നമ്മൾ പറയാനേ പാടില്ല. ഓരോരുത്തർ ഓരോ തലത്തിൽ അവർ കയറി വരട്ടെ. ഓരോരുത്തർ ഓരോ സ്റ്റെപ്പിൽ നിൽക്കുന്ന അവരെ കുറ്റം കൊണ്ടല്ല. അവരിങ്ങനെ ആ സമയത്ത് അവിടെയാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് അവരവിടെ നിൽക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ മോശക്കാരും എല്ലാം കയറി നിൽക്കുന്ന ആളത്ര കേമൊന്നും പറയാൻ പറ്റില്ല. അവർ ചിലപ്പം വേറെ ഏതൊക്കെയോ ജന്മത്തിൽ ആ താഴ്ന്ന സ്റ്റെപ്പിൽ നിന്നിട്ടുണ്ടാവും, കയറി വരികയാണ് ഓരോരുത്തർ. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കാനുണ്ട്. അപ്പോൾ ശാസ്ത്ര പഠനത്തിനുള്ള അവസരം ഒഴിവാക്കരുത്. ഭഗവാൻ ജ്ഞാനരൂപത്തിൽ നമ്മളിലേക്ക് വരുന്ന സമയമാണ് ശാസ്ത്ര പഠനം. നമ്മൾ ഋതം ച സ്വാധ്യായ പ്രവചന ച 12 പ്രാവശ്യം സ്വാധ്യായത്തിനെ കുറിച്ച് പറഞ്ഞു, അറിവിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട ആൾക്കാർ വീണ്ടും പഴയ തലത്തിലേക്ക് പോകുന്നു. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമമാണ് ഈ പറയുന്നത്. ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും അതിൽ പെട്ടവരാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും പഴയ കുഴിയിലേക്ക് അഗെയിൻ ശങ്കരൻ ഓൺ ദ കോക്കനട്ട് ട്രീ. ശങ്കരത്തെ ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ആയി പോകരുത്. ശ്രീകൃഷ്ണൻ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ഭാഗവതം വായിക്കുന്നവർക്കറിയാം, ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്താണ് അസുരന്മാരൊക്കെ വന്ന് ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഇത്തിരി ആധ്യാത്മിക ഭാവം ഉയർന്നു വരുന്ന സമയത്ത്, അതായത് ഉണ്ണിക്കണ്ണൻ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ പല വിധത്തിൽ വരും. ഏറ്റവും ആദ്യം തന്നെ വന്നത് പൂതനയാണ്. നമുക്കറിയാം, പൂതന വന്ന അമ്മ വേഷത്തിലൊക്കെയാണ് വന്നത്. ഒരിക്കലും നമുക്ക് നിരാകരിക്കാൻ പറ്റാത്തില്ല, വേണ്ട എന്ന് പറയാൻ പറ്റാത്ത അത്രയും വലിയ പ്രലോഭനമാണ് അല്ലേ. അമ്മ വേഷത്തിൽ വന്ന് എന്തിനായിരുന്നു? കണ്ണൻ ഇല്ലാണ്ടേക്കാനാണ് വന്നത്. പക്ഷെ കണ്ണനായത് കാരണം, ഉണ്ണിക്കണ്ണനായത് കാരണം പൂതനയെ മനസ്സിലാക്കി അതുപോലെ വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്തു. നമ്മളുടെ ഉള്ളിൽ ആധ്യാത്മികമായിട്ടൊരു കഴിവ് ഉയർന്നു വരുന്ന സമയത്ത്, ഒരു ഉണർവ് ഉണ്ടാവുന്ന സമയത്ത് പല വിധത്തിൽ പൂതനമാർ വരും. സമ്മാനങ്ങളുടെ രൂപത്തിലാവാം, അപകടങ്ങളുടെ രൂപത്തിലാവാം, രോഗത്തിൻ്റെ രൂപത്തിലാവാം, വേറെന്തെങ്കിലുമൊക്കെ ആവും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം പൂതനയുടെ സ്ഥലത്ത് നിർത്തി, ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് വേണ്ടത് എൻ്റെ ഉണ്ണിക്കണ്ണനെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ ആ തെളിഞ്ഞു വരുന്ന ആത്മപ്രകാശത്തിന് അതിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഈ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു തീരുമാനം ഓരോ സാധകൻ്റെ ഉള്ളിലും വേണം. എന്നാലേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. പുരോഗതി മുമ്പ് പറഞ്ഞ വാക്കാണ്. മുന്നോട്ടുള്ള ഗതി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ പിന്നോട്ട് പോകും. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കുക. അവസരങ്ങൾ വരുമ്പോൾ അവസരത്തിൻ്റെ, ഞാൻ പോയാൽ എന്ത് സംഭവിക്കും, ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ അത്യാവശ്യം അവിടെ ഉണ്ടോ, അതോ ഞാൻ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും, ഇങ്ങനെയൊക്കെ പലതും ആലോചിച്ചിട്ട് വേണം. കാരണം നമ്മളുടെയൊക്കെ ആയുസ് വളരെ ലിമിറ്റഡാണ്. നമ്മൾ ടോട്ടൽ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകളെ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ഈ മനുഷ്യൻ്റെ ഒരു അവസരം, ജന്മത്തിൻ്റെ അവസരം, ഒരു ദിവസത്തിന് 24 മണിക്കൂർ എന്ന് കണക്ക് വെച്ചിട്ട് നമ്മളൊരു 100 വയസ്സ് വരെ ജീവിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ജീവിക്കുന്നുള്ള ഉറപ്പൊന്നുമില്ല. ജീവിച്ചു എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 24 × 365 × 100, ഇത്രയും മണിക്കൂറാണ് കിട്ടുന്നത്. അതിൽ തന്നെ 1/3 നമ്മൾ ഉണർന്നിരിക്കുന്നുള്ളൂ. 1/3 നമ്മൾ സ്വപ്നം കണ്ടും 1/3 ഉറങ്ങിയും തീർത്തും. അപ്പോൾ /3, ഇതാണ് കണക്ക്. അതിൽ നമ്മളിപ്പോൾ 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അത്രയും. ബാക്കി ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഈ മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ എത്തിച്ചേരാനുണ്ട്, അതാണ് ഇന്നത്തെ ക്ലാസ് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലെടുക്കണം. ഉപനിഷത്ത് ക്ലാസ്സുകൾ, പ്രത്യേകിച്ചും ഭഗവത്ഗീത ഉപനിഷത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രസ്ഥാനത്രയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞത്. ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്താണ് ഈ പ്രസ്ഥാനത്രയം എന്നുള്ളത്? ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രസ്ഥാനത്രയം. അപ്പോൾ അതിൽ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. ഉപനിഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് പ്രസ്ഥാനത്രയത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യർ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അത് ദൈവമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം, പുണ്യം,
അതിന് വെറുതെ കളയാൻ പാടില്ല. ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. ഓരോ ദിവസവും നമ്മൾ രാവിലെ എണീക്കുമ്പം ആ ഒരു കൃതജ്ഞത, ദൈവത്തിനോടൊരു നന്ദി വേണം. നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര പ്രാവശ്യം ഞാൻ തത്വങ്ങൾ ആലോചിച്ച് അതുപോലെ ജീവിച്ചു, ഓരോ അവസരം വന്നപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ഓർമ്മിച്ചു. നമുക്ക് തുടക്കത്തിലൊന്നും പറ്റില്ല, അത് നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല, അത് കാരണം. പക്ഷേ ക്രമമായിട്ട് നമ്മൾ ശീലിച്ചാൽ അത് സ്വഭാവമായിട്ട് വരും, പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് സാധനയിൽ പുരോഗതി ഉണ്ടാവുക. ഇത്രയും ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പാഠം ബ്രഹ്മാനന്ദ വല്ലിയിലെ ഏറ്റവും ആദ്യത്തെ ഉപദേശം എന്താണ് എന്ന് നോക്കാം.